ഏകദേശം 8 മാസത്തോളം ആവാറായി. എന്നിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ ഇത്രയധികം തെളിവുകളും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും എല്ലാം കിട്ടിയിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനിപ്പോ ഒരു എന്താ പറയാ, അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇപ്പോ. ഇതിലിപ്പോ കേസിൽ എന്താണ് ഇത്ര വൈകാനുണ്ടായ കാരണം? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സാക്ഷികളുടെ മൊഴി ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് തെളിവ് ശേഖരിച്ചിരുന്നു. CBI വന്നപ്പോൾ ഇതിന്റെ പിക്ചർ ആകെ മാറുകയായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും വൈകി എന്നുള്ളത് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? വൈകിയത് എന്താ, കറക്റ്റ് നമുക്ക് CBIന്റെ ഒരു രീതികൾ ഏതൊക്കെ രീതികൾ നമുക്ക് അറിയില്ലതോ. സാധാരണ പോലീസ് ആണെങ്കിൽ അവരാദ്യം അറസ്റ്റിലേക്കാണ് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് അവരെ ഇതിന് സംസാരത്തിൽ മനസ്സിലായത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ അറസ്റ്റിലേക്ക് നീങ്ങുള്ളൂ എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ആദ്യം തന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം കൊണ്ടാവാം നീങ്ങിയത്. എന്തായാലും അവരെ നേരിട്ടായിട്ട് ഒരു അറിയിപ്പ് വന്നില്ല. നിങ്ങൾ മീഡിയയിലൂടെ അറിഞ്ഞതേ ഉള്ളൂ. ഇപ്പോ നീതിയിലേക്ക് എത്തി എന്നൊരു സമാധാനം ഉണ്ട് അല്ലേ? എന്തായാലും ഇപ്പോ അവരെ മേല് അറസ്റ്റ് ചെയ്ത അവർ പിടിച്ചു കൊണ്ടുപോയവരും മേല് കൈവച്ച ആൾക്കാരും അവർ അറസ്റ്റ് ചെയ്തതിൽ ഒരു തോന്നലുണ്ട് അങ്ങോട്ടാണ് നീങ്ങണത്. ബാക്കിയുള്ള ഇനി എന്തൊക്കെയാണ് അവർ സംഭവിച്ചത്, അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമെന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. ശരി, നന്ദി ഹാരിസ് ജിഫ്രി പ്രതികരിച്ചതിന്. ജംഷീർ വീണ്ടും ചേരുന്നു. ജംഷീർ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് ഒക്കെ നടക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ ഒരു പക്ഷേ തിരൂരിലും അതോടൊപ്പം തന്നെ താനൂരിലെ ഈ ക്വാർട്ടേഴ്സിൽ, അതായത് പോലീസുകാരുടെ ക്വാർട്ടേഴ്സിലും മറ്റു ഇടങ്ങളിലും ഇവരെ എവിടെയെല്ലാം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഒരു പക്ഷേ ഇവരുമായുള്ള ഒരു തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുലർച്ചെ താനൂരിലെ ദേവദാർ പാലത്തിന് താഴെ ഇവർ വന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അവിടെ വെച്ചും മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അത്തരത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ ഈ പ്രതികളുമായി CBI സംഘം തെളിവെടുപ്പ് നടത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടി ചേരുന്നുണ്ട്. സാജിദ്, വളരെ നിർണായകമായ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം പോലീസ് അതിനുശേഷം ക്രൈംബ്രാഞ്ചിൽ എത്തുന്നു, CBI കേസ് ഏറ്റെടുക്കുന്നു. CBI ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തതിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത്രയധികം വൈകി എന്ന് കുടുംബത്തിന്റെ ആരോപണം ഇപ്പോഴും ഉണ്ട്. എന്താണ്? അതിന് 2023 ഓഗസ്റ്റ് 1 പുലർച്ചെയാണ് ഈ താമർ ജിഫ്രി എന്ന യുവാവ് കൊല്ലപ്പെടുന്നത്. ഇതിന് തൊട്ട് തലേ ദിവസം, അതായത് ജൂലൈ 31 താമർ ജിഫ്രിയെ യൂണിവേഴ്സിറ്റിക്ക് സമീപം ഉള്ള കോഹിനൂർ വെച്ച് ഈ പിടികൂടുന്നത്. ഇദ്ദേഹത്തും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് SP സുജിത് ദാസിന്റെ പ്രത്യേക സംഘമായ ഡാൻസ് ഓഫ് സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഈ ഡാൻസ് ഓഫ് സ്ക്വാഡ് പല പോലീസ് സ്റ്റേഷനിലും വിളിക്കുന്നുണ്ട്. അവസാനമാണ് താനൂരിൽ എത്തിക്കുന്നത്. തുടർന്ന് താനൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് കുറച്ച് 1 കിലോമീറ്റർ ദൂരെയുള്ള ഈ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ഉടൻ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്ന് ഈ അവിടെയുള്ള അജിനോറ എന്ന ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മൃതദേഹം കൊണ്ടുപോകുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിച്ചത് എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ പല രീതിയിൽ പോലീസ് ശ്രമിച്ചിരുന്നു. ഇതിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോലീസ് പലതരത്തിലുള്ള കള്ളക്കളികൾ നടത്തി. ഇദ്ദേഹം യാത്രാമധ്യേ മരിച്ചു എന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ പഞ്ചായത്തിൽ, AR നഗർ പഞ്ചായത്തിൽ നിന്ന് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ശ്രമം നടത്തി. അതെല്ലാം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരസ്കരിച്ച് കളയുകയും ചെയ്തു. പിന്നീട് ഈ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ ജില്ലാ ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് ഏറ്റെടുക്കുന്നത്. ഇതിൽ ഒരുപാട് വൈകി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്.
നടത്തിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 1 സംഭവിച്ചതാണ്. പക്ഷേ CBI ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഇത് ഈ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരാണ്, SP-യുടെ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ധൃതിപ്പെട്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നീട് കോടതിയിൽ എത്തിയാൽ ഒരുപക്ഷെ അവർക്ക് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴുതടച്ച ശേഷം മുഴുവൻ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാകൂ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. നേരത്തെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ധന്യ. ശരി, നന്ദി സാജിദ്.